ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസിന് എന്താ കോൺഫിഡൻസ് കുറയുന്നുണ്ടോ? അല്ല, വ്യാപക സൈബർ ആക്രമണങ്ങളൊക്കെ ഇറക്കി തുടങ്ങിയത് കൊണ്ട് ചോദിച്ചതാണ്. തോൽക്കുമെന്നുറപ്പാകുമ്പോൾ സ്ഥിരമുള്ളതാണല്ലോ ഈ പരിപാടി. ആശയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും ഒരിടത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുള്ള പ്രതിച്ഛായ ഭയമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്ന കോവിഡ് മഹാമാരിക്ക് മുന്നിൽ യാതൊരു പേടിയും കൂടാതെ തല ഉയർത്തിപ്പിടിച്ച് നാടിനായി പോരാടിയ ധീര വനിത, ലോകമാധ്യമങ്ങൾ പോലും വണ്ടർ വുമൺ എന്ന് വാഴ്ത്തിപ്പാടിയ KK ശൈലജ എന്ന നമ്മുടെയൊക്കെ ടീച്ചറെ കണ്ണു നിറഞ്ഞും ശബ്ദമിടറിയും നമ്മുടെ മുന്നിൽ ഇന്ന് വന്നു നിന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വലിയ വ്യക്തിഹത്യയാവും അവർ നേരിട്ടിട്ടുണ്ടാവുക. കോൺഗ്രസിന്റെ UDFന്റെ സൈബർ ആക്രമണത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ടീച്ചർ. എനിക്ക് മിനിസ്റ്റർ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ നേരിട്ട് അഭിനന്ദിച്ചിട്ടാണ് പോയത്. കാരണം അവിടെ അത്രയും ചെയ്തു. 2 മാസം ആകുന്ന സമയത്ത് സംഭവിച്ചൊരു പ്രശ്നത്തിൽ എനിക്ക് എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടി എടുത്തിട്ടും എന്നെ ക്രൂശിക്കാൻ വേണ്ടി, ഇതെന്താ കേൾക്കുന്ന വോട്ടർമാർക്ക് മനസ്സിലാവില്ലേ എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് കരുതേച്ച് കാണിക്കുക? ജനങ്ങളുടെ മനസ്സിലുണ്ട് ഉള്ള സ്നേഹം എനിക്കറിയാം. എന്നോട് ജനങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് സ്നേഹമുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് ഞാനൊരു MP ആയാലും ചെയ്യും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിടുക. ജീവിതത്തിൽ ആദ്യമായിട്ട്. അത്ര വൃത്തികെട്ട ഒരു സംഘമാണ് അവർ. നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സൈബർ ഗുണ്ടകളുടെ ഈ വൃത്തികെട്ട വേട്ട. കോവിഡ് റാണി എന്ന് വിളിച്ചു തുടങ്ങിയ ആ വേട്ടയാടലുകളിൽ ടീച്ചർ തളർന്നില്ലെന്ന് കണ്ട് ഇപ്പോൾ വെർബൽ റേപ്പുകളിലൂടെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. കണ്ടാലറയ്ക്കുന്ന അശ്ലീല വീഡിയോകളിൽ ടീച്ചറുടെ മുഖം മോർഫ് ചെയ്ത് വടകരയിലുള്ള സ്ത്രീകൾക്കിടയിലും കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിലും വ്യാപകമായി പ്രചരിപ്പിച്ചു. എന്നിട്ടും തീർന്നില്ല UDF സൈബർ ഗുണ്ടകളുടെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചോർത്തുള്ള വീർപ്പുമുട്ടലുകൾ. 68 വയസ്സ് പ്രായമുള്ള ടീച്ചറുടെ കൊച്ചുമക്കളോളം പ്രായമുള്ളവരാണ് വ്യക്തിഹത്യ നടത്താനും ലൈംഗികാധിക്ഷേപം നടത്താനും മുന്നിൽ നിൽക്കുന്നത്. ഈ കമന്റുകൾ ഇടുന്ന ഓരോ പ്രൊഫൈലുകളും തുറന്നു നോക്കിയാൽ കാണാം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ. അതിൽ അത്ഭുതവുമില്ല, ഇതവർ ആദ്യമായി ചെയ്യുന്നതുമല്ല. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും, EP ജയരാജന്റെ ഭാര്യ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിങ്ങനെ നീളുന്നു സൈബർ ആക്രമണ ഇരകളുടെ നീണ്ട നിര. എന്തിനേറെ പറയുന്നു, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ UDFന്റെ പൊള്ളയായ വാദങ്ങളെ പൊളിച്ചെഴുതിയ മാധ്യമപ്രവർത്തക പാർവതി ഗിരികുമാർ വരെ നേരിട്ടത് ക്രൂരമായ സൈബർ ആക്രമണങ്ങളും വെർബൽ റേപ്പുകളുമാണ്. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യകൾ തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് നേരിടുന്നതെന്ന് ശബ്ദമിടറി ശൈലജ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ മനസാക്ഷിയുള്ള എല്ലാ മലയാളികൾക്കും പൊള്ളിയിട്ടുണ്ട്. അതിനുള്ള മറുപടി രാജ്യം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചറെ വിജയിപ്പിച്ച് വടകര നിലനിർത്തുമെന്നത് 100% ഉറപ്പാണ്.